നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ ജോഗ്രഫി 8ാമത്തെ ചാപ്റ്ററായ തീരങ്ങളിലൂടെ. ആദ്യം തന്നെ ഒരു പുസ്തകത്തിലെ കുറച്ച് ഭാഗമാണ് കൊടുത്തേക്കുന്നത്. രാത്രി മുഴുവൻ പുറം കടലിൽ നങ്കൂരമിട്ട് കിടന്നതിനു ശേഷം അടുത്ത ദിവസം കപ്പിത്താൻ വീണ്ടും കപ്പൽ തീരത്തേക്കടുപ്പിച്ചു. എന്നാൽ പശ്ചിമഘട്ട മലനിരകൾ മേഘങ്ങളാൽ പൊതിഞ്ഞിരുന്നു. കനത്ത മഴയുമുണ്ടായിരുന്നു. അതിനാൽ നാവികർക്ക് പ്രദേശം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും പിറ്റേ ദിവസം മെയ് 20 ഫോർമോസ കുന്നുകൾ കടന്നപ്പോൾ മുതൽക്കേ വാസ്കോഡ ഗാമ കോഴിക്കോട് നഗരത്തിന് പിന്നിലായി ഒരു മതിലുപോലെ ഉയർന്നു കാണപ്പെട്ട പർവ്വതങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. ഒടുവിൽ അന്നേ ദിവസം വൈകുന്നേരത്തോടെ ഗാമയുടെ ആ ചെറുകൂട്ടം പായ്ക്കപ്പലുകൾ കാപ്പാട് എന്ന കുഞ്ഞു പട്ടണത്തിന്റെ തീരത്തു നിന്നും ഏകദേശം 5 മൈലുകൾ മാറി നങ്കൂരമിട്ടു. ഗാമയും കൂട്ടരും കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന കോഴിക്കോട് നഗരത്തിൽ നിന്നും വെറും 7 മൈലുകൾ വടക്കു മാറിയാണ് ഈ ചെറുപട്ടണം സ്ഥിതി ചെയ്യുന്നത്. താമസിയാതെ ഗാമ ആ നഗരത്തിന് തൊട്ടു മുന്നിലായി നങ്കൂരമിട്ട് നിലയുറപ്പിച്ചു. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ മെയ് 27 സാമൂതിരിയുടെ നാവികൻ അദ്ദേഹത്തെ പന്തലാസയിലേക്ക് നയിച്ചു. അങ്ങനെ ഏകദേശം 13 മൈലുകൾ വടക്കുമാറി ഗാമ പന്തലായനിയിൽ നങ്കൂരമുറപ്പിച്ചു. തുടർന്ന് ആഗസ്റ്റ് 23 വരെ 88 ദിവസങ്ങളോളം അവരവിടെ തങ്ങി. ആഗസ്റ്റ് 23 ഗാമയും കൂട്ടരും ഒരിക്കൽ കൂടി തങ്ങളുടെ സ്ഥാനം മാറ്റി കോഴിക്കോട് തുറമുഖത്തു നിന്നും ഏകദേശം 12 മൈലുകൾ മാറി കാറ്റിന്റെ ശല്യമില്ലാത്ത മറ്റൊരു ഭാഗത്തായി നിലയുറപ്പിച്ചു. ആ സമയം മുതൽ ഒടുവിൽ തിരികെ പോകുന്ന ദിവസമായ ആഗസ്റ്റ് മാസം 30-ാം തീയതി ഉച്ചവരെ വാസ്കോഡ ഗാമ കോഴിക്കോട് നഗരത്തിലൂടെ ചുറ്റി നടന്ന് കാഴ്ചകൾ കണ്ടു. അന്തരീക്ഷ സ്ഥിതിക്കനുസരിച്ച് പുറം കടലിൽ നങ്കൂരമിട്ട് കിടന്നും തീരത്തടുത്തും സാമൂതിരിയുമായി ബന്ധം സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകത കണക്കിലെടുത്ത് ഇടയ്ക്കിടയ്ക്ക് സാമൂതിരിയെ സന്ദർശിച്ചും സമയം ചെലവഴിച്ചു. ആഗസ്റ്റ് 30 ഉച്ചയ്ക്ക് ശേഷം തീരത്തിന് സമാന്തരമായി കടൽക്കാറ്റുകളെ ആശ്രയിച്ച് യാത്ര തുടങ്ങിയ ഗാമയുടെ പായ്ക്കപ്പലുകളെ ശക്തിയായ ആഞ്ഞടിച്ച ഒരു ചുഴലിക്കാറ്റ് പുറംകടലിലേക്ക് കൊണ്ടുപോയി. സമുദ്രസഞ്ചാര രേഖകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഹാക്ല്യൂട്ട് സൊസൈറ്റി തയ്യാറാക്കിയ എ ജേർണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോഡ ഗാമ എന്ന അമൂല്യവും ഏറെ പഴക്കവും ചെന്നതുമായ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഭാഗത്തിൻ്റെ മലയാളം പരിഭാഷയാണ് നിങ്ങൾ വായിച്ചത്. വാസ്കോഡ ഗാമയുടെ ഈ യാത്ര യൂറോപ്യന്മാർക്ക് മലബാർ തീരത്തേക്ക് ഒരു സമുദ്രമാർഗം നൽകി. ഇതോടെ കേരളമാകെയും മലബാർ തീരം പ്രത്യേകിച്ചും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. അതിമനോഹരവും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നവുമായ ഈ തീരങ്ങളിലൂടെയുള്ള യൂറോപ്യന്മാരുടെ കടന്നുവരവോടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെട്ടു. ലക്ഷദ്വീപുകളുടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ഏകദേശം 7517 കിലോമീറ്റർ നീളത്തിൽ തീരദേശമുണ്ട്. ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായി ഏറെ പ്രാധാന്യമുള്ള ഈ തീരസമതലങ്ങളുടെ ഭൂമിശാസ്ത്ര വൈവിധ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിലൊന്നായ തീരസമതലം ഏറെ ജനനിബിഡമാണ്. ജനവാസത്തിന് അനുയോജ്യമായ ധാരാളം ഘടകങ്ങൾ ഉള്ളതിനാൽ തന്നെയാണ് ഈ മേഖല ജനനിബിഡമാകുന്നത്. അവ ഏതെല്ലാമെന്ന് നോക്കാം. സമതല ഭൂപ്രകൃതി, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, സ്ഥാനം, ഭൂപ്രകൃതി സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ തീരസമതലത്തെ രണ്ടായി തിരിക്കാം. അതായത് പടിഞ്ഞാറൻ തീരസമതലമെന്നും കിഴക്കൻ തീരസമതലമെന്നും. ഇന്ത്യൻ തീരസമതലത്തിൻ്റെ ഒരു മാപ്പാണ് കൊടുത്തേക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമി, പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം. അറബിക്കടലിനും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. ഇനി ബംഗാൾ ഉൾക്കടലിനും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്? കിഴക്കൻ തീരസമതലം. നോക്കാം. ഇന്ത്യയുടെ തീരസമതലങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. ആദ്യം പറയുന്ന പടിഞ്ഞാറൻ തീരസമതലമാണ്. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ
ഭൂപ്രദേശങ്ങളാണ് പടിഞ്ഞാറൻ തീരസമതലങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞില്ലേ? ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന ഈ തീരപ്രദേശത്തിന്റെ വീതി എത്രയാണ്? 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ്. അതായത് ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്നതാണ് ഈ തീരപ്രദേശം. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ്. ഇതൊരു താഴ്ത്തപ്പെട്ട തീരമാണ് ഈ പടിഞ്ഞാറൻ തീരസമതലം. താഴ്ത്തപ്പെട്ട, അതായത് സബ്മർജിഡ് കോസ്റ്റാണ്. എന്താണ് താഴ്ത്തപ്പെട്ട തീരവും ഉയർത്തപ്പെട്ട തീരവും? തീരപ്രദേശങ്ങളിൽ ഉത്ഥാനം അഥവാ അപ്ലിഫ്റ്റ്മെന്റ് പോലുള്ള ഭൗമ പ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ, അല്ലെങ്കിൽ എമർജിഡ് കോസ്റ്റ്. അവതലനം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ സമുദ്രജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കരയിലേക്ക് കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ. എന്താണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ? തീരപ്രദേശങ്ങളിൽ ഉത്ഥാനം പോലുള്ള ഭൗമ പ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ. ഇനി അവതലനം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയും സമുദ്രജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി കരയിലേക്ക് കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ എന്ന് പറയുന്നത്. കടൽ പിൻവാങ്ങി രൂപപ്പെടുന്നതാണെങ്കിൽ ഉയർത്തപ്പെട്ടതും കടൽ കയറി രൂപപ്പെട്ടതാണെങ്കിൽ താഴ്ത്തപ്പെട്ടതുമാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിലെ മറ്റൊരു സവിശേഷതയാണ് തീരത്തോടടുത്ത് കാണപ്പെടുന്ന കായലുകൾ. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ മറ്റൊരു സവിശേഷത എന്താണ്? തീരത്തോടടുത്ത് കാണപ്പെടുന്ന കായലുകൾ. ഇനി ഈ പടിഞ്ഞാറൻ തീരസമതലത്തെ 3 ഭാഗങ്ങളായി തരംതിരിക്കുന്നുണ്ട്: ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. പടിഞ്ഞാറൻ തീരസമതലത്തെ 3ആയി തിരിക്കുന്നു: ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഇതാണ് പടിഞ്ഞാറൻ തീരം. പടിഞ്ഞാറൻ തീരത്തെ ഗുജറാത്ത് തീരമെന്നും കൊങ്കൺ തീരമെന്നും മലബാർ തീരം. കേരളം ഉൾപ്പെടുന്നത് മലബാർ തീരത്തിലാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ 3 വിഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തിയല്ലോ. ഇനി ഓരോന്നിനെ കുറിച്ച് നോക്കാം. ഗുജറാത്ത് തീരസമതലം റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദമൻ ദിയു, ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായാണ് ഈ തീരസമതല ഭാഗം രൂപപ്പെട്ടിരിക്കുന്നത്. ചെറുതും വലുതുമായ ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലിടുക്കുകൾ, ചതുപ്പ് നിലങ്ങൾ, വേലിയേറ്റ ചാലുകൾ അഥവാ ക്രീക്സ്, കുന്നുകൾ തുടങ്ങിയവ ഈ മേഖലയുടെ പ്രധാന സവിശേഷതകളാണ്. എന്തൊക്കെയാണ് പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ സവിശേഷതകൾ? ചെറുതും വലുതുമായ ധാരാളം ദ്വീപുകളുണ്ട്, ഉപദ്വീപുകളുണ്ട്, കടലിടുക്കുകളുണ്ട്, ചതുപ്പ് നിലങ്ങൾ, പിന്നെ വേലിയേറ്റ ചാലുകൾ, കുന്നുകൾ തുടങ്ങിയവ ഈ മേഖലയുടെ പ്രധാന സവിശേഷതകളാണ്. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദമൻ ദിയു, ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം. ഇത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ് ഈ തീരസമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. ഇനി കപ്പലുകളുടെ ശവപ്പറമ്പ് അഥവാ ഗ്രേവ്യാർഡ് ഓഫ് ഷിപ്സ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരവും പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂറത്തും വഡോദരയും മത്സ്യബന്ധന ഹാർബറായ വെരാവലും ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറവും നിരവധിയായ ഉപ്പുപാടങ്ങളുമെല്ലാം ഗുജറാത്ത് തീരസമതലത്തിലെ ജനജീവിതത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്. അലാങ് തീരത്തെ കപ്പൽ പൊളിക്കൽ കേന്ദ്രത്തിന്റെ ചിത്രമാണ് കൊടുത്തേക്കുന്നത്. റാൻ ഓഫ് കച്ച്
ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു ലവണ ചതുപ്പ് നിലമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഗുജറാത്തിന്റെ ഭാഷയിൽ റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായി രൂപപ്പെടുന്ന ഇവ മഴ മാറുന്നതോടെ വരണ്ട ലവണ മരുഭൂമി പ്രദേശമായി മാറുന്നു. വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിയാണ്. ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ചതുപ്പ് നിലത്തിന് ഗ്രേറ്റർ റാൻ, ലിറ്റിൽ റാൻ എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ റാൻ ഓഫ് കച്ചിന് 2 ഭാഗങ്ങളുണ്ട്, ഗ്രേറ്റർ റാൻ എന്നും ലിറ്റിൽ റാൻ എന്നും. നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം ഇവിടുത്തെ പ്രധാന ആഘോഷമാണ്. റാൻ ഓഫ് കച്ച് ലവണ ചതുപ്പ് നിലമാണ്. ഇനി കൊങ്കൺ തീരം നോക്കാം. ഗുജറാത്ത് പടിഞ്ഞാറൻ തീരത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഗുജറാത്ത് തീരം, അടുത്തത് കൊങ്കൺ തീരം. ഗുജറാത്ത് തീര സമതലത്തിന് തെക്ക് ദമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീര സമതലമാണ് കൊങ്കൺ തീരം. ഏകദേശം 500 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ തീരസമതലം ഇടുങ്ങിയതാണ്. ഇവിടുത്തെ തീരസമതലം ഇടുങ്ങാൻ കാരണം എന്താണ്? പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. കൊങ്കൺ തീരത്തിന്റെ വടക്ക് ഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളും, അതായത് സാൻഡി കോസ്റ്റ്, തെക്ക് ഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമാണ്, റോക്കി കോസ്റ്റുമാണ്. ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ തുടങ്ങിയ തീരദേശ ഭൂരൂപങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. കൊങ്കൺ തീരത്തിൽ ക്ലിഫുകൾ കാണപ്പെടുന്നു, ദ്വീപുകൾ കാണുന്നു, ബീച്ചുകളും കാണപ്പെടുന്നു. ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗോവയിൽ ധാരാളം ബീച്ചുകളുണ്ട്. ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥ കൊങ്കൺ തീരസമതലത്തെ ജൈവ വൈവിധ്യ സമ്പന്നമാക്കുന്നു. രത്നഗിരി തീരത്തെ ക്ലിഫ്, ഇത് കൊങ്കൺ തീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നവശേവ അല്ലെങ്കിൽ നവി മുംബൈ, മോർമുഗോവ ഓർ മർമഗോവ തുടങ്ങി പ്രകൃതിദത്ത തുറമുഖങ്ങളും മാൽപേ മത്സ്യബന്ധന ഹാർബറും കപ്പൽ നിർമ്മാണശാലകളും ടൂറിസം കേന്ദ്രങ്ങളും വ്യവസായ കേന്ദ്രങ്ങളുമെല്ലാം കൊങ്കൺ തീരത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളാൽ സക്രിയമായ ഒരു മേഖലയാക്കി മാറ്റി. ഇപ്പം നവശേവയൊക്കെ കൊങ്കൺ തീരത്താണ്, മർമുഗോവ, പിന്നെ മാൽപേ മത്സ്യബന്ധന ഹാർബർ, പിന്നെ നിരവധി കപ്പൽ നിർമ്മാണശാലകളും ടൂറിസം കേന്ദ്രങ്ങളും ഒക്കെയുണ്ട്. അത് ഈ തീരത്തെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങളാൽ ഭയങ്കരമായിട്ട് ഈ മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി സെന്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകൾ, അത് ഷഡ്ഭുജ ശിലകളാണ്. കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ മാൽപേ തീരത്ത് നിന്ന് മാറി കടലിലായി സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറുദ്വീപാണ് സെന്റ് മേരീസ് ദ്വീപ്. ദ്വീപ് നിറയെ ഷഡ്ഭുജം, അതായത് ഹെക്സാഗൺ ആകൃതിയിലുള്ള കൽത്തൂണുകൾ പോലുള്ള പാറക്കൂട്ടങ്ങളാണ്. ഏകദേശം 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തു വന്ന ലാവ തണുത്ത് രൂപപ്പെട്ടവയാണ് ഇവ. കൊളംനാർ ജോയിൻസ് എന്ന ജിയോളജീയ ശിലാമാതൃകകളാണിത്. ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. സെന്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകൾ 86 ദശലക്ഷം മുമ്പ് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. അടുത്ത മലബാർ തീരം. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരത്തിന് ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. എത്ര? 580 കിലോമീറ്റർ. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് ഈ തീരത്ത്. ക്ലിഫുകൾ, കടൽ സ്തംഭങ്ങൾ, ബീച്ചുകൾ, അഴിമുഖങ്ങൾ, പൊഴികൾ തുടങ്ങി നിരവധി തീരഭൂരൂപങ്ങൾ മലബാർ തീരത്തും കാണാം. ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് കായലുകൾ. വേമ്പനാട്ട് കായൽ ഇതിൽ പ്രധാനമാണ്. ഇവിടെ കായലുകളും തടാകങ്ങളും കനാലുകൾ വഴി ബന്ധിപ്പിച്ച് ജലഗതാഗതം സാധ്യമാക്കുന്നു. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാണ്. ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളിലൊന്നാണ് NW3, നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ കോഴിക്കോട്ടോട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. വേമ്പനാട്ട് കായലിൻ്റെ പിക്ചറാണ് കൊടുത്തേക്കുന്നത്. വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങി പ്രദേശങ്ങളിൽ
തീരങ്ങൾ ഉയർന്ന് കാണപ്പെടുന്നു. ഇവിടെ ക്ലിഫ് പോലുള്ള ഭൂരൂപങ്ങളും കാണാം. മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം തുടങ്ങിയ ബീച്ചുകൾ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ്. ഇതെല്ലാം മലബാർ തീരത്തിന്റെ പ്രത്യേകതയാണ്. ഇനി അടുത്ത്, പൊതുവെ തീരദേശത്തെ തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. പൊതുവെ തീരപ്രദേശത്തെ തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയവ പക്ഷി സങ്കേതങ്ങൾ ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണ്. നാഞ്ചിനാടും കുട്ടനാടും കോൾ നിലങ്ങളും അടങ്ങുന്ന നെല്ലറകളും നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകളും തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങളാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ സ്ഥാനം, വ്യാപ്തി, ഉപവിഭാഗങ്ങൾ, ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്നിവയെല്ലാം ചർച്ച ചെയ്തല്ലോ. ഇനി നമുക്ക് അടുത്ത് കിഴക്കൻ തീര സമതലത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. കിഴക്കൻ തീര സമതലം എന്താണ്? പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കുറഞ്ഞ തീരസമതലങ്ങളാണ് കിഴക്കൻ തീരസമതലം എന്ന് നമ്മൾ മുമ്പേ പിക്ചറിൽ കണ്ടതാണ്. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളമുള്ള കിഴക്കൻ തീരസമതലം മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയിലൂടെ ഫലമായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരു ഉയർത്തപ്പെട്ട തീരമാണ്. മറ്റേന്ന് പറഞ്ഞാൽ താഴ്ത്തപ്പെട്ട തീരമായിരുന്നു. ഇത് ഉയർത്തപ്പെട്ട തീരമാണ്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം. ഇനി വടക്കൻ സിർക്കാസ് തീരം. മഹാനദി ഡെൽറ്റ മുതൽ കിഴക്കൻ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലങ്ങളാണ് വടക്കൻ സിർക്കാസ് തീരം എന്ന് പറയുന്നത്. കിഴക്കൻ തീരത്തെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? കോറമാൻഡൽ തീരമെന്നും വടക്കൻ സിർക്കാസ് തീരമെന്നും തിരിച്ചിട്ടുണ്ട്. അതിലെ വടക്കൻ സിർക്കാസ് തീരത്തെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതല ഭാഗമാണ് വടക്കൻ സിർക്കാസ് തീരം. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശം ഇതിൽ ഉൾപ്പെടുന്നു. ഒഡീഷയിൽ ഇത് ഉത്കൽ സമതലം എന്നും ഒഡീഷയിൽ എന്താണ് അറിയപ്പെടുന്നത്? ഉത്കൽ സമതലം എന്നും ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാ സമതലം എന്നുമാണ് ഈ വടക്കൻ സിർക്കാസ് തീരം അറിയപ്പെടുന്നത്. മുഖ്യമായും മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ സമതല ഭാഗം. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ വലിയ തടാകങ്ങളിൽ ഒന്നാണ്. ചിൽക്ക തടാകം. ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു തടാകമാണ് കിഴക്കൻ തീരത്തെ മറ്റൊരു പ്രധാന തടാകം. കിഴക്കൻ തീരത്തെ തടാകമാണ് കൊല്ലേരു, ചിൽക്ക ഒക്കെ. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ്. വിശാഖപട്ടണവും മസൂലിപട്ടണവുമാണ് പ്രധാന തുറമുഖങ്ങൾ. വിശാഖപട്ടണവും മസൂലിപട്ടണം. ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം, മസൂലിപട്ടണം തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളും തീരജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമായി നിലകൊള്ളുന്നു. ഈ കോറമാൻഡൽ തീരം. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണിത്. കാവേരി നദി ഡെൽറ്റയും ഈ തീരസമതലത്തിന്റെ ഭാഗമാണ്. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂയിഷ്ഠമായ ഡെൽറ്റ എക്കൽ മണ്ണ് കോറമാൻഡൽ തീരസമതലത്തെ നെൽകൃഷിക്ക് അനുയോജ്യമാക്കുന്നു. കോറമാൻഡൽ തീരത്തെ ഒരു പ്രധാന തടാകമാണ് പുലിക്കാട്ട് തടാകം. കോറമാൻഡൽ തീരത്തെ പ്രധാനപ്പെട്ട തടാകം ഏതാണ്? പുലിക്കാട്ട് തടാകം. പുലിക്കാട്ട് തടാകത്തിന്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. പുലിക്കാട്ട് തടാകം, പോയിന്റ് കാലിമർ എന്നീ
പക്ഷിസങ്കേതങ്ങൾ, പിച്ചാവാരം, കണ്ടൽക്കാടുകൾ തുടങ്ങിയവ ഈ സമതലത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. പുലിക്കാട്ട് തടാകം, പോയിന്റ് കാലിമർ എന്നീ പക്ഷിസങ്കേതം, പിച്ചാവാരം, കണ്ടൽക്കാടുകൾ. ഇവിടുത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബറുകളാണ് നാഗപട്ടണം, കടലൂർ എന്നിവ. ചെന്നൈ തീരത്തെ മറീന ബീച്ച് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇതൊക്കെ കോറമാൻഡൽ തീരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. മറീന ബീച്ചിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ദ്വീപുകൾ. തീരത്തോടടുത്ത് കാണപ്പെടുന്ന ചെറു ദ്വീപുകളെ കൂടാതെ പ്രധാനപ്പെട്ട 2 ദ്വീപ സമൂഹങ്ങൾ കൂടി ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹങ്ങൾ ഏതൊക്കെയാണ്? ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും. നോക്കാം. ലക്ഷദ്വീപ് കേരള തീരത്ത് നിന്ന് ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപുകൾ പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടവയാണ്. ഈ ദ്വീപുകൾക്ക് പൊതുവെ സമുദ്രനിരപ്പിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രമേ ഉയരമുള്ളൂ. 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ ദ്വീപ സമൂഹത്തിൽ 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി ദ്വീപാണ്. ആന്ത്രോത്ത് ദ്വീപാണ് ഇവയിൽ ഏറ്റവും വലുത്. പവിഴജന്യ മണൽ ബീച്ചുകളും ലഗൂണുകളുമാണ് ഇവിടുത്തെ പ്രധാന സവിശേഷതകൾ. മത്സ്യബന്ധനമാണ് പ്രധാന തൊഴിൽ. ഇവിടെ നിന്നും ലഭിക്കുന്ന പ്രധാന മത്സ്യം ചൂരയാണ്. മത്സ്യം സംസ്കരിച്ച് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ചൂര മത്സ്യം ഉണക്കിയെടുത്തുണ്ടാക്കുന്ന മാസ് ഏറെ പ്രസിദ്ധമാണ്. അവിടുത്തെ ഏറെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണ സാധനമാണ് മാസ് എന്ന് പറയുന്നത്. ചൂര മത്സ്യം ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. തെങ്ങാണ് പ്രധാന കാർഷിക വിള. കൊപ്ര നിർമ്മാണവും കയർ നിർമ്മാണവുമാണ് മത്സ്യബന്ധനത്തോടൊപ്പമുള്ള മറ്റ് പരമ്പരാഗത തൊഴിലുകൾ. ലഗൂണുകൾ, ബീച്ചുകൾ, പവിഴപ്പുറ്റുകൾ എന്നിവയെല്ലാം പ്രയോജനപ്പെടുത്തി അനുദിനം വികസിക്കുന്ന വിനോദസഞ്ചാരം ഇവിടുത്തെ ഒരു ആധുനിക തൊഴിൽ മേഖലയാണ്. സ്കൂബ ഡൈവിംഗ് പോലുള്ള സാഹസിക വിനോദസഞ്ചാരവും വളർന്നു വരുന്ന തൊഴിൽ സാധ്യതകളാണ്. ലഗൂൺ എന്താണ്? കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളായോ പവിഴപ്പുറ്റുകളായോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളാണ് ലഗൂണുകൾ. അഗത്തി ദ്വീപും ദ്വീപിന് ചുറ്റുമുള്ള ലഗൂണുമാണ് പിക്ചറിൽ കൊടുത്തേക്കുന്നത്. ഇനി പവിഴ ദ്വീപുകൾ. കോറൽ പോളിപ്പുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. കോറലുകളുടെ സ്രവമായ കാൽസ്യം കാർബണേറ്റ് ആണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിൽ സഹായിക്കുന്നത്. പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് 100 കണക്കിന് വർഷങ്ങൾ എടുക്കും. കടൽ നിരപ്പിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതതലപ്പുകളിൽ പവിഴപ്പുറ്റുകൾ വളർന്നാണ് പവിഴദ്വീപുകൾ അല്ലെങ്കിൽ കോറൽ ഐലൻഡ്സ് ഉണ്ടാവുന്നത്. ജീവനുള്ള കോറൽ പോളിപ്പുകൾ ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നിങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു. വിവിധ ഇനം മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ പവിഴപ്പുറ്റുകൾ. പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത് ഈ കോറൽ പോളിപ്പുകൾ എന്നറിയപ്പെടുന്ന ഒരുതരം സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി രൂപപ്പെടുന്നതാണ് പവിഴപ്പുറ്റുകൾ. ഉഷ്ണമേഖലയിൽ തീരത്തോട് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളാണ് ഇവ വളരുന്നത്. ഇന്ത്യയിൽ ലക്ഷദ്വീപിനെ കൂടാതെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലാണിവ പൊതുവെ കാണപ്പെടുന്നത്. ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ നോക്കാം. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇവ അഗ്നിപർവ്വതജന്യ ദ്വീപുകളാണ്. ഈ ദ്വീപ സമൂഹത്തെ ആൻഡമാൻ ദ്വീപുകൾ, നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽ ഭാഗം 10 ഡിഗ്രി ചാനൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 10 ഡിഗ്രി ചാനലാണ് ആൻഡമാൻ ദ്വീപുകളെന്നും നിക്കോബാർ ദ്വീപുകളെന്നും വേർതിരിക്കുന്നത് കടൽ ഭാഗം.
ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെടുന്നു. ഏകദേശം 572 ചെറുതും വലുതുമായ ദ്വീപുകളുള്ളതിൽ 38 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. മിക്ക ദ്വീപുകളിലും തദ്ദേശീയ ഗോത്ര ജനവിഭാഗങ്ങളാണ് അധിവസിക്കുന്നത്. പോർട്ട് ബ്ലെയർ ആണ് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. 2004 ഉണ്ടായ സുനാമിയിൽ ഈ ഭാഗം 4 മീറ്ററോളം കടലിൽ മുങ്ങിപ്പോയി. റോസ് ഐലൻഡ് കണ്ട നോർത്ത് ആൻഡമാനിലാണ് റോസ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, ലോവർ ആൻഡമാൻ, പോർട്ട് ബ്ലെയർ, 10° ചാനൽ, കാർ നിക്കോബാർ, നിക്കോബാർ ദ്വീപുകൾ, ലിറ്റിൽ നിക്കോബാർ, ഇന്ദിരാ പോയിന്റ്. മണൽ ബീച്ചുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഒരു പിക്ചറാണ് കൊടുത്തേക്കുന്നത്, മാപ്പാണ് കൊടുത്തേക്കുന്നത്. ഇനി മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ, ക്ലിഫുകൾ, വേലിയേറ്റ ചാലുകൾ തുടങ്ങിയവ ഇവിടുത്തെ സവിശേഷതകളാണ്. മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ, ക്ലിഫുകൾ, വേലിയേറ്റ ചാലുകൾ എന്നിവ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ ധാരാളമായി വളരുന്നു. പവിഴപ്പുറ്റുകളും ബീച്ചുകളും ചുണ്ണാമ്പുകൾ ഗുഹകളുമെല്ലാമുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. സമുദ്ര കമാനം നെയിൽ ദ്വീപ് നോർത്ത് ആൻഡമാനിലാണ്. ഇത് ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നതുണ്ട്. ഇനി തീരഭൂരൂപങ്ങൾ എന്താണെന്ന് നോക്കാം. ഓരോ ഭൂപ്രദേശങ്ങളിലും വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ നമുക്ക് കാണാനാകും. വിവിധ ഭൂരൂപ രൂപീകരണ സഹായികളാണിവ നിർമ്മിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. കാറ്റ്, ഹിമാനി, നദികൾ എന്നിങ്ങനെയുള്ള വിവിധ ഭൂരൂപ രൂപീകരണ സഹായികൾ രൂപപ്പെടുത്തുന്ന ഭൂരൂപങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ. തീരപ്രദേശങ്ങളിൽ തിരമാലകളാണ് പ്രധാന ഭൂരൂപ രൂപീകരണ സഹായികൾ. തിരമാലകളുടെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങൾ വഴി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ഈ പിക്ചറിൽ കണ്ട ഒരു സമുദ്ര കമാനം കണ്ടോ? ഇതൊരു ഭൂരൂപ രൂപീകരണമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗം കാണുന്നില്ലേ? ഇവയാണ് ക്ലിഫുകൾ എന്ന് പറയുന്നത്. ഇതിനകത്തെ ക്ലിഫ് ക്ലിഫ് ഇതാണ് ക്ലിഫുകൾ. സമുദ്രനിരപ്പിൽ നിന്നും ഉയർത്തപ്പെട്ട് കാണപ്പെടുന്നതാണ്. ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗമാണ് ക്ലിഫുകൾ. സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാലകൾ അടിക്കുമ്പോൾ തീരശിലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗമാണ് ക്ലിഫുകൾ. ഇതുപോലെ തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായി തീരശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ വലുതായി സമുദ്ര ഗുഹകളായി രൂപപ്പെടുകയും ചെയ്യുന്നു. സമുദ്ര ഗുഹ. ഇതിൽ പിന്നെയും ഇങ്ങനെ തിരമാല അടിക്കുമ്പോൾ ഇത് കാലക്രമേണ ഇതൊരു ഗുഹ രൂപത്തിലാവും. അതെയാണ് സമുദ്ര ഗുഹ എന്ന് പറയുന്നത്. ഇനി സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നു. കാലക്രമേണ നിരന്തരമായ അപരദന പ്രക്രിയയുടെ ഇരു ഗുഹകളും കൂടിച്ചേർന്ന് കമാന ആകൃതി കൈവരിക്കുന്നു. ഇതാണ് സമുദ്ര കമാനം എന്ന് പറയുന്നത്. ഇതാണ് സമുദ്ര കമാനം. ഇതുപോലുള്ള സമുദ്ര ഗുഹകളായിരുന്നു ഇത്. ഈ രണ്ടെണ്ണം കൂടി ചേർന്ന് ഒന്നായി മാറുന്നതാണ് സമുദ്ര കമാനം. നോക്ക്, സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്ത് നിന്നും വേർപെട്ട് തൂണുപോലെ ബാക്കിയാവുന്നു. ഇവയാണ് സമുദ്ര സ്തംഭങ്ങൾ. അതാണ് ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഒരു
ഇങ്ങനെ ഇരുന്ന ഒരു സാധനമാണിത്. തുടർച്ചയായ അപരദന പ്രക്രിയയിലൂടെ ഈ മുകൾ ഭാഗം പോയി ലാസ്റ്റ് ഈ ഭാഗത്ത് ഇത് മാത്രം നിലനിൽക്കും. അതിനെയാണ് സമുദ്രസ്തംഭം എന്ന് പറയുന്നത്. സമുദ്ര കമാനങ്ങളുടെയും സമുദ്ര സ്തൂപങ്ങളുടെയും സവിശേഷതകൾ ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കാനും തിരമാലകളുടെ പ്രവർത്തന ഫലമായി വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങളും തീരപ്രദേശത്ത് രൂപപ്പെടാറുണ്ട്. അവ ഏതെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ, ചരൽ എന്നിവ അടിഞ്ഞു രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപങ്ങളാണ് ബീച്ചുകൾ എന്ന് പറയുന്നത്. ബീച്ചുകൾ വേലിയേറ്റ വേലിയിറക്ക പ്രവർത്തനങ്ങളുടെ ഫലമായി മണൽ, ചരൽ എന്നിവ അടിഞ്ഞുകൂടി ഉണ്ടാവുന്ന താൽക്കാലിക നിക്ഷേപങ്ങളാണ് ബീച്ചുകൾ എന്ന് പറയുന്നത്. ഇത് വേലിയേറ്റത്തിന്റെയും ഇത് വേലിയിറക്കത്തിന്റെയും ഫലമായി ഉണ്ടാകുന്ന ബീച്ചുകളുടെ പിക്ചറാണ് കൊടുത്തേക്കുന്നത്. കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽ തിട്ടകളാണ് പൊഴികൾ എന്ന് പറയുന്നത്. കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്നതാണ് താൽക്കാലിക മണൽത്തിട്ടകളാണ് പൊഴികൾ. കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽ തിട്ടകളാണ് മണൽനാക്കുകൾ. ഇനി തീരസമതലത്തെ കാലാവസ്ഥയെ നോക്കാം. മറ്റു ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സവിശേഷമായ കാലാവസ്ഥയാണ് തീരപ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നതെങ്കിലും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണുള്ളത്. ഇവിടെ അത്യുഷ്ണമോ അതിശൈത്യമോ അനുഭവപ്പെടാറില്ല. സമുദ്ര സാമീപ്യമാണ് ഇതിന് കാരണം. കരയും കടലും വ്യത്യസ്തമായാണ് സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത്. കര പെട്ടെന്ന് ചൂട് പിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുമ്പോൾ കടൽ സാവധാനത്തിലെ ചൂട് പിടിക്കുകയേ ഉള്ളൂ. അത് തണുക്കാനും സമയമെടുക്കും. ഇത് കടൽക്കാറ്റും കരക്കാറ്റും രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഈ കാറ്റുകൾ തീരപ്രദേശത്തെ ദിനാന്തരീക്ഷ സ്ഥിതി മിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. കടൽക്കാറ്റും കരക്കാറ്റും നോക്കാം. തീരപ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ കര വേഗം ചൂടുപിടിക്കുന്നു. ഇതുമൂലം കരഭാഗത്തെ വായു മുകളിലേക്ക് ഉയരുകയും ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയത്ത് കടലിൽ താരതമ്യേന ചൂട് കുറവും ഉച്ചമർദ്ദവുമായിരിക്കും. അതിനാൽ ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശമായ കരയിലേക്ക് വായു പ്രവഹിക്കുന്നു. ഇതാണ് കടൽക്കാറ്റ്. കാറ്റ് എപ്പോഴും ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്കായിരിക്കും വീശുന്നത്. അപ്പൊ എവിടുന്നാണോ തുടങ്ങുന്നത് അതിനനുസരിച്ചായിരിക്കും ഈ കാറ്റിന് പേര് വരുന്നത്. അപ്പൊ പകൽ സമയത്ത് കടലിൽ നിന്നാണ് കാറ്റ് വീശുന്നത്. അതുകൊണ്ട് ഇതിനെ കടൽക്കാറ്റ് എന്നറിയപ്പെടുന്നു. അതായത് ഉച്ചമർദ്ദമായിട്ടുള്ള കടലിൽ നിന്നും ന്യൂനമർദ്ദമായിട്ടുള്ള കരഭാഗത്തേക്ക് കാറ്റ് വീശുന്നു. എന്തുകൊണ്ടാണ് കരഭാഗം ന്യൂനമർദ്ദമായത്? അതായത് പകൽ സമയത്ത് കര വേഗം ചൂട് പിടിക്കുകയും കരഭാഗത്തെ ആ വായു എന്തോ ചെയ്യും, മുകളിലേക്ക് ഉയരുകയോ അപ്പം ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്തു. എന്നാൽ കടൽ ഭാഗത്ത് ആ സമയത്ത് ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു. ഉച്ചമർദ്ദം അനുഭവപ്പെട്ട കടലിൽ നിന്ന് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന കരയിലേക്ക് വീശുന്ന കാറ്റിനെയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ഇത് നേരെ വിപരീതമായിട്ട് രാത്രി നടക്കുന്നതാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. ഇതിന് വിപരീതമായി രാത്രി കാലങ്ങളിൽ കരഭാഗത്ത് ചൂട് താരതമ്യേന വേഗത്തിൽ കുറയുന്നത് കാരണം ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. എന്നാൽ കടലിൽ കരയേക്കാൾ താരതമ്യേന ചൂട് കൂടിയതിനാൽ ന്യൂനമർദ്ദവുമായിരിക്കും. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയായ കരയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയായ കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് കരക്കാറ്റ്. പകൽ സമയങ്ങളിൽ കടൽക്കാറ്റും രാത്രി സമയങ്ങളിൽ കരക്കാറ്റുമാണ് വീശുന്നത്. മൺസൂൺ കാറ്റുകളാണ് തീരദേശ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ ആകമാനം മഴ ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം. മൺസൂൺ കാറ്റുകൾ ആദ്യം എത്തുന്നത് ദ്വീപുകളിലും തീരങ്ങളിലുമാണ്. അറബിക്കടലിലൂടെ എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ ഉയർന്ന തോതിൽ മഴ നൽകുന്നു. കിഴക്കൻ തീരങ്ങളിൽ കോറമാൻഡൽ തീരത്ത് മഴ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലമാണിത്. ഈ പിൻവാങ്ങൽ കാലയളവിൽ കേരളത്തിലും മഴ ലഭിക്കുന്നുണ്ട്.
നാം ഇതിനെ എന്തു പറയുന്നു? തുലാവർഷം എന്ന് വിളിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളിൽ നിന്നും കിഴക്കൻ തീരത്ത് മഴ ലഭിക്കുന്നു. ഇനി ഇവിടുത്തെ മണ്ണ് നോക്കാം. നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നത്. മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പ് നിറവുമുള്ള ലാറ്ററൈറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണും പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നു. കിഴക്കൻ തീരങ്ങളിൽ കൂടുതലും എക്കൽ മണ്ണാണ് കാണപ്പെടുന്നത്. ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ ചെങ്കൽ മണ്ണും കറുത്ത മണ്ണും കാണപ്പെടുന്നു. ഇനി ഓരോ തീരവും അവിടുത്തെ ഉള്ള മണ്ണിനും നോക്കാം. ഗുജറാത്ത് തീരത്തിലെ കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ് എന്നിവ കാണുന്നു. കൊങ്കൺ തീരങ്ങളിലാണെങ്കിൽ കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. മലബാർ തീരത്ത് എക്കൽ മണ്ണും പീറ്റ് മണ്ണുമാണ് കൂടുതൽ കാണുന്നത്. ഇനി കിഴക്കൻ തീരപ്രദേശത്ത് തീരപ്രദേശ എക്കൽ മണ്ണ്, ഡെൽറ്റ എക്കൽ മണ്ണ് കാണപ്പെടുന്നു. ലക്ഷദ്വീപില് പവിഴ മണൽ മണ്ണാണ് കാണുന്നത്. ആൻഡമാൻ നിക്കോബാറിൽ സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണും. ഇനി സസ്യജാലങ്ങൾ നോക്കാം. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാലും സമുദ്ര സാമീപ്യം മൂലവും ഇന്ത്യയുടെ തീരദേശങ്ങളിൽ കാലാവസ്ഥയും ഏറെക്കുറെ സമാനമാണ്. അതിനാൽ സസ്യജാലങ്ങളിൽ ഏറെ സമാനതകൾ കാണപ്പെടുന്നു. ചുവടെ നൽകിയിരിക്കുന്ന ഫ്ലോട്ട് ചാർട്ട് പരിശോധിച്ച് തീരപ്രദേശത്തിലെ പ്രധാന സസ്യജാലങ്ങൾ നോക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. 2 തരത്തിലുണ്ട്: വരണ്ട തീരദേശ സസ്യങ്ങളും ആർദ്ര തീരദേശ സസ്യങ്ങളും. വരണ്ട തീരദേശ സസ്യങ്ങളെ 2ആയി തിരിക്കുന്നു: തീരമണൽ പരപ്പുകളിലെ സസ്യങ്ങളെന്നും തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങളെന്നും. ഇനി ആർദ്ര തീരദേശ സസ്യങ്ങളെ 5ആയിട്ട് തിരിക്കുന്നു: കണ്ടൽ കാടുകൾ, ലവണ ചതുപ്പ് നിലങ്ങളിലെ സസ്യങ്ങൾ, കടൽ പായലുകൾ, കടൽ സസ്യങ്ങൾ, കോറൽ സസ്യങ്ങൾ എന്നിങ്ങനെ. തീരസമതലത്തിലെ മിക്ക പ്രദേശങ്ങളും വ്യാപകമായി കൃഷി ഭൂമികളായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിനാൽ സ്വാഭാവിക സസ്യജാലങ്ങളെക്കാൾ കൂടുതലായി തെങ്ങ്, വാഴ, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കാണപ്പെടുന്നു. അടുത്ത കണ്ടൽക്കാടുകൾ. തീരത്തിന്റെ ശ്വാസകോശം എന്നാണ് കണ്ടൽക്കാടുകളെ അറിയപ്പെടുന്നത്. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണജല ചതുപ്പ് സസ്യങ്ങളാണ് കണ്ടൽക്കാടുകൾ. ഇന്ത്യയിൽ ഏകദേശം 380 കിലോമീറ്ററോളം പ്രദേശത്ത് കണ്ടൽക്കാടുകൾ ഉണ്ട്. പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളാണ്. കണ്ടലുകൾ വിവിധ ഇനം മത്സ്യങ്ങളുടെയും മറ്റു ജീവജാലങ്ങളുടെയും പ്രജനന കേന്ദ്രവും കൂടിയാണ്. കൂടാതെ വിവിധ ജീവജാലങ്ങൾക്ക് ആവാസ കേന്ദ്രവുമാണ് കണ്ടൽക്കാടുകൾ. ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കണ്ടലുകൾ തീരപ്രദേശത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നു. തീരദേശ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് കണ്ടലുകൾ. കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമായി ആചരിക്കുന്നു. അടുത്ത ധാതു നിക്ഷേപം. ഇന്ത്യയുടെ തീരദേശങ്ങളിൽ വ്യാവസായിക മൂല്യമുള്ള ധാരാളം അലോഹ ധാതുക്കളുടെ നിക്ഷേപമുണ്ട്. ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയാണ് തീരദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ. കൂടാതെ ആണവ ഇന്ധനമായ യുറേനിയം വേർതിരിച്ചെടുക്കുന്ന മോണോസൈറ്റ് പോലുള്ള അപൂർവ ധാതുക്കളും തീരദേശ കരിമണലിൽ കാണപ്പെടുന്നു. കൊല്ലം ജില്ലയിലെ ചവറയും ഒഡീഷയിലെയും തമിഴ്നാട്ടിലെയും ചില തീരങ്ങളിലും ഇത്തരം കരിമൺ നിക്ഷേപമുണ്ട്. അപ്പം കേരളം, ഒഡീഷ, തമിഴ്നാട് എന്നീ പ്രദേശങ്ങളിലാണ് കരിമൺ നിക്ഷേപം ഉള്ളത്. ജനസംഖ്യയും ജനജീവിതവും. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ മിക്കതും അനുകൂലമായതിനാൽ ഇന്ത്യൻ തീരദേശം ജനനിബിഡവും ജനസാന്ദ്രതയുമായും ആണ്. മിതമായ കാലാവസ്ഥ, കൃഷിക്കും ഗതാഗത വികസനത്തിനും അനുയോജ്യമായ സമതല ഭൂപ്രകൃതി, കൃഷി, മത്സ്യബന്ധനം, ടൂറിസം തുടങ്ങിയ തൊഴിൽ സാധ്യതകൾ, ജലലഭ്യത, ധാതു നിക്ഷേപം, വ്യവസായം എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ തീരസമതലങ്ങളെ ജനനിബിഡമാക്കുന്നു. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ ഡൽഹി ഒഴികെ മറ്റു 3, അതായത് മുംബൈ, ചെന്നൈ, കൊൽക്കത്ത തീരസമതലങ്ങളാണ് വികസിച്ചു വന്നിട്ടുള്ളത്. ദേശീയ ശരാശരിയേക്കാൾ കൂടിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ്. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ജനസാന്ദ്രത കുറവാണ്. ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങൾ നോക്കാം. കൃഷി, മത്സ്യബന്ധനം എന്നിവയാണ് തീരദേശ ജനതയുടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൂടാതെ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ, കപ്പൽ നിർമ്മാണം, മത്സ്യ സംസ്കരണം, ഉപ്പ് നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങളും തീരദേശത്തുണ്ട്. തീരദേശങ്ങളിൽ ഏറെ സാധ്യതയുള്ളതും അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രധാന തൊഴിൽ മേഖലയാണ് വിനോദസഞ്ചാരം. തീരദേശത്തെ വ്യവസായ പുരോഗതിക്ക് തുറമുഖങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണ്.
വ്യാവസായിക ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും തുറമുഖങ്ങൾ വഴിയാണ്. തീരദേശങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? മനുഷ്യവാസത്തിന് അനുയോജ്യമായ ഭൂപ്രകൃതി, സുഖകരമായ കാലാവസ്ഥ, ജലലഭ്യത, കൃഷി, വ്യവസായം തുടങ്ങി നിരവധി സാധ്യതകളുള്ള ഭൂപ്രദേശമാണ് തീരദേശം. ഏറെ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും തീരദേശ ജനജീവിതവും നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. സുനാമി, കൊടുങ്കാറ്റ് തുടങ്ങിയ കടൽ സംബന്ധമായ പ്രകൃതി ദുരന്തങ്ങളും ആഗോള കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായി സമുദ്ര ജലനിരപ്പ് ഉയരുന്നതും കടൽക്ഷോഭവും തീരം കടലെടുക്കുന്നതുമെല്ലാം തീരദേശ ജനജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതാക്കുന്നു. പ്രകൃതിയുടെ ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് തങ്ങളുടെ സാമൂഹ്യ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിൽ തീരദേശ ജനത നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് തീരദേശങ്ങളിൽ വരുന്ന മാറ്റങ്ങളും പ്രകൃതി ദുരന്ത സാധ്യതകളും കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇതിനായി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി വേണ്ട മുന്നൊരുക്കങ്ങളും തീരദേശ ജനതകളുടെ പങ്കാളിത്തത്തോടെ സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടതുണ്ട്. തീരദേശത്തെ വിഭവങ്ങൾ സുസ്ഥിരമായി വിനിയോഗിക്കുന്നതിനും അതിന്റെ പ്രയോജനം തദ്ദേശീയ ജനതയ്ക്ക് ലഭിക്കുന്നതിനും ഉതകും വിധമുള്ള വിഭവ ആസൂത്രണവും സംരക്ഷണവും അനിവാര്യമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി നാം ഓരോരുത്തരും കൈകോർക്കുമ്പോഴാണ് സുസ്ഥിര വികസനം സാധ്യമാവുന്നത്. ഇത്രയായിരുന്നു ചാപ്റ്റർ. താങ്ക് യു.